ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളമായിട്ട് പറയുന്ന ഒരു രീതിയാണ്. ഒരാൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, പറയേണ്ടിയിരുന്ന ഒരു കാര്യം, അയാളത് ചെയ്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല, പറഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അല്ലേ, നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ അയാൾ അത് ചെയ്തില്ല, നീ ചെയ്യേണ്ടതായിരുന്നു. ഒരാൾ പരീക്ഷ എഴുതി, പക്ഷെ അയാൾ നന്നായിട്ട് എഴുതിയില്ല. അപ്പോൾ നമ്മൾ പറയാണ്, നീ ഒന്നുകൂടി നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ഞാൻ പേപ്പർ നോക്കി, പക്ഷെ നീ ഒന്നുകൂടെ നന്നായിട്ട് നീ നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു എന്ന് പറയാണ്. ഒരാളൊരു ജോലി അശ്രദ്ധമായിട്ട് ചെയ്തു, അല്പം ഫാൾട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് പറയും, നീ ഒരല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, നീ ഒരല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ അവളോട് ചോദിക്കേണ്ടതായിരുന്നു, ഞാൻ അതുവരെ പോയി, പക്ഷെ ഞാനത് ചോദിക്കാതെ വന്നു, ഇപ്പം ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്, ഞാൻ അവളോട് അത് ചോദിക്കേണ്ടതായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഷുഡ് ഹാവ് എന്നുള്ളതാണ്. ഷുഡ് ഹാവ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുഡ് ഹാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഒരല്പം വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം നമ്മൾ ചെയ്തില്ല, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഷുഡ് ഹാവ് എന്നുള്ള ടേമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, നീ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നീ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. നീ ഒരല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. നീ ഒരല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഒന്നുകൂടെ നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നീ അത് ചെയ്തില്ല, ഇനിയെങ്കിലും അടുത്ത തവണയെങ്കിലും നീ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. നീ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയണം. അതുപോലെ തന്നെ അവൾ എക്സാം എഴുതി, പക്ഷെ അവൾക്ക് ഒരല്പം കൂടെയൊക്കെ നന്നായിട്ട് എഴുതാമായിരുന്നു. അപ്പൊ നമ്മൾ അവളോട് പറയാണ്, നീ നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു, നീ നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു. എങ്ങനെയാ പറയാ? യു ഷുഡ് ഹാവ് റിട്ടൺ വെൽ. യു ഷുഡ് ഹാവ് റിട്ടൺ വെൽ. നീ നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു, പക്ഷെ എന്ത് പറ്റി? ഇനിയിപ്പോൾ എന്തായാലും അടുത്ത എക്സാമിന് നന്നായിട്ട് തന്നെ എഴുതുക. യു ഷുഡ് ഹാവ് റിട്ടൺ വെൽ. യു ഷുഡ് ഹാവ് റിട്ടൺ വെൽ. നീ നന്നായിട്ട് എഴുതേണ്ടതായിരുന്നു. അതുപോലെ തന്നെ നീ അത് പൂർത്തിയാക്കേണ്ടതായിരുന്നു, നീ അത് പൂർത്തിയാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവളത് പൂർത്തിയാക്കേണ്ടതായിരുന്നു, അവളത് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എങ്ങനെയാ പറയാ? ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ്. ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ്. അവളത് പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ്. അവളത് പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ നിന്റെ ഉപദേശം കേൾക്കേണ്ടതായിരുന്നു, നീ പറഞ്ഞതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല, ഞാൻ നിന്റെ ഉപദേശം കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. എങ്ങനെയാ പറയാ? ഐ ഷുഡ് ഹാവ് ലിസൺ ടു യുവർ അഡ്വൈസ്. ഐ ഷുഡ് ഹാവ് ലിസൺ ടു യുവർ അഡ്വൈസ്. ഞാൻ നിന്റെ ഉപദേശം സ്വീകരിക്കേണ്ടതായിരുന്നു, കേൾക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ലിസൺ ടു യുവർ അഡ്വൈസ്. ഞാൻ നിന്റെ ഉപദേശം സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു, സോറി ഞാൻ വിളിച്ചില്ല, ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു, എൻ്റെ ഫോൾട്ടാണ്. ഐ ഷുഡ് ഹാവ് കോൾഡ് യു. ഐ ഷുഡ് ഹാവ് കോൾഡ് യു. ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് കോൾഡ് യു. ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, നീ എന്നെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. നീ എന്നെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. വല്ലാത്ത മനുഷ്യനാണ് നീ, അല്ലേ, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. നീ എന്നെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പൊ ഇതിന്റെ അനന്തരഫലം നീ കണ്ടില്ലേ? യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ. നീ എന്നെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഷുഡ് ഹാവ് വെച്ചിട്ടാണ് ഇത്തരം സെന്റൻസുകളൊക്കെ തന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് പരിശീലിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.